ഷിബിലി തങ്ങളെ തൊട്ട് 33-ാമത്തെ ഉദ്ധരണി. കാല ഷിബിലി തങ്ങൾ പറയുന്നു, മറബി എന്റെ അരിയിൽ കൂടെ നടന്നുപോയി ബുഹുലുൽ മജ്നൂൻ എന്ന് പറയുന്ന മഹാൻ ഈ ബാദിൽ അയ്യാമി ചില ദിവസങ്ങൾ നടന്നുപോകും. ഓവ ഖാരിജുൻ ഇല ജബ്ബാനത്തി യത്തത്തിൽ മഹാൻ മരുഭൂമിയിലേക്കോ അല്ലെങ്കിൽ ഖബർസ്ഥാനിലേക്കോ പുറപ്പെടുകയാണ്. ആ നിലയിൽ അങ്ങനെ പോവുക എന്റെ അരിയിൽ കൂടെ. വമഅഹു അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന ഖസ്ബത്തുൻ ഖദ് ജഅലഹ ഫർസഹു മൂപ്പര് ഒരു സവാരി ചെയ്യുന്നതിന് ഒരു വാഹനമാക്കി ഉപയോഗിച്ചിരുന്ന ഒരു കൊള്ളിയൊരു വടിയാണ്, കൊയൽ എന്നൊക്കെ പറയും. ഒബിയതി മിഖ്റാത്തുൻ അത്തരത്തിൽ അദ്ദേഹത്തിന്റെ കയ്യിലാണെങ്കിൽ ചൂരൽവടിയും ഉണ്ട്. എന്നിട്ടോ ഒരു കസ്ബത്ത്, അത് ഒരു കൊയൽ പോലത്തെ സാധനമാണ്, കൊയൽ എന്ന് പറയുന്നുണ്ട്. ആ ഒരു കൊയലിനെ മൂപ്പരുടെ കുതിരവാഹനമാക്കി മാറ്റി അതിനെ തൊളിച്ചു കൊണ്ടുപോകുന്ന രീതിയിൽ ഒരു കയ്യിൽ ചൂരൽവടിയും. ഓവയതു എത്തരത്തിൽ മൂപ്പരിങ്ങനെ ചാടി പോവുകയാണ് ഈ ഉപകരണം വെച്ചിട്ട്. ഫഖുൽത്തു ഇത് കണ്ടപ്പോ ഞാൻ ചോദിച്ചു, ഇല അയിന യാ ബുഹുലൂൽ, എവിടുക്ക ബുഹുലൂലെ ഈ പോക്കും പോകുന്നു ചോദിച്ചു. കാരണം ഒരു ഭ്രാന്തനാണല്ലോ ജനങ്ങൾക്കിടയിൽ. യഥാർത്ഥ കുതിര അവിടെ ഇല്ല, കയ്യിലൊരു വടിയാണത്, ഒരു കുഴല്. ആ കുഴലും പിടിച്ച് കുതിരയാക്കിയിട്ട് കയ്യിലെ ചൂരലും കൊണ്ടിങ്ങനെ പോവുകയാണ്. ഇതാണ് ജനം കാണുന്നത്. ഇത് കണ്ട ഷിബി തങ്ങൾ ചോദിച്ചതാ, നിങ്ങൾ എങ്ങോട്ടാണ്, എന്തിനാ പോകുന്നു ചോദിച്ചു. ഫഖാല, അപ്പൊ ബുഹുലുൽ തങ്ങൾ പറയുന്നു, ഇലൽ അർളി അലല്ലാഹി അസ്സ വജല്ല, അല്ലാഹു തആലാന്റെ മേൽ വെളിപ്പെടാൻ ഞാൻ പോവുകയാണ്. നേരിട്ട് അള്ളാഹിനെ കാണാൻ പോവുകയാണ്, ഞാൻ അള്ളാഹിനെ കൊണ്ട് വെളിപ്പെടുകയാണെന്നൊക്കെ അർത്ഥം. ഖാല, അപ്പോ മഹാനായ ഷിബിലി തങ്ങൾ പറയുന്നു, ഫജലസ്തു ഞാൻ അങ്ങനെ ഇരുന്നു. അത്താറജ മൂപ്പര് പോയ വഴി തിരിച്ചു വരുമല്ലോ, തിരിച്ചു വരുന്നതുവരെ ഞാൻ അങ്ങനെ ഇരുന്നു. വഖദിൻകസറത്തുൽ ഖസ്ബത്തു എത്തരത്തിൽ മഹാൻ തിരിച്ചു വന്ന് നോക്കുമ്പോൾ തന്റെ കയ്യിലുണ്ടായിരുന്ന കോയിൽ പൊട്ടിപ്പോയി. വഹമറത്ത് അയിനാഹു മഹാനവറുകൾ മേൽ ബുക്കായി കരഞ്ഞതിനാൽ തന്റെ കണ്ണുകൾ രണ്ടും ചുമന്ന് തുടിച്ചിരിക്കുകയാണ്. ഫഖുൽതു ലഹു, ഈ രംഗങ്ങൾ കണ്ടപ്പോൾ ഞാൻ ബുഹലിനോട് ചോദിച്ചു, ആര് ഷിബിലി തങ്ങൾ പറയാ, മാക്കാന മിൻക, എന്താ തങ്ങളെ ഭാഗത്തുനിന്ന് എന്തേ ഉണ്ടായതെന്ന് ചോദിച്ചു. പോയ മാതിരല്ലോ ഇപ്പൊ കാണുന്നെന്ന് ചോദിച്ചപ്പോ കാല ബുഹലുൽ തങ്ങൾ പറയുന്നു, വഖഫ്തു ബൈന യദൈഹി, ഞാൻ റബ്ബിന്റെ മുന്നിൽ പോയി അങ്ങ് നിന്നു. അല അൻ യകുതുബനി മിനൽ ഖുദ്ദാമി, അല്ലാഹു തആലാക്ക് സേവനം ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ കൂട്ടത്തിൽ എന്താണ് റബ്ബുൽ ഇസ്സത്ത് എന്റെ പേര് എഴുതണം, അങ്ങനെ ആ പേര് എഴുതും എന്നതിന്റെ മേലിലാണ് ഞാൻ പോയി നിന്നത്. ഫലമ്മ അറഫനി, അങ്ങനെ അള്ള എന്നെ കുറിച്ച് മനസ്സിലാക്കിയപ്പോ തുറന്നനി, അള്ള നാട്ടിവിട്ടു, എഴുതിയില്ല. കുൽത്തു, ഇതാണ് മഹാൻ പറഞ്ഞത്. ഇത് പറഞ്ഞപ്പോ ഷിബിലി തങ്ങൾ പറയാണ്, കുൽത്തു ഞാൻ പറയുന്നു, ഹാദൽ ഖൗലു, അദ്ദേഹം മിനൽ ബുഹുലൂലി, ബുഹുലൂൽ തങ്ങളെ ഭാഗത്തു നിന്നുണ്ടായിരുന്ന ഈ വചനം, ഈ വാക്കുകൾ, ഖൗലു ആരിഫിൻ, ഒരു ആരിഫ് അള്ളാഹിനെ കുറിച്ച് മനസ്സിലാക്കിയ ആളുടെ വാക്കാണ്. മുഹിബിൻ, അള്ളാഹിനെ ഇഷ്ടപ്പെട്ട ആളെ വാക്കാണ്. മഖബൂലിൻ, സ്വീകരിക്കപ്പെടാൻ പറ്റുന്ന ആളെ വാക്കാണ്. സദുറ മിൻ ഖൽബിൻ ഹസീൻ, മിൻ ഖൽബി ഹസീൻ, ദുഃഖിക്കുന്ന ഒരാളുടെ ഹൃദയത്തിൽ നിന്ന് ഉണ്ടായിത്തീരുന്നതായ വാക്കാണ് ഇത്. ബിൽ ഖൗഫ്, പേടിയോടുകൂടെ. മസ്ഊലൻ, പേടി കൊണ്ട് ജോലിയാക്കപ്പെട്ട ഒരാള്. അപ്പൊ പേടി കൊണ്ട് ജോലിയാക്കപ്പെട്ട ദുഃഖിതനായുള്ള ഹൃദയത്തിൽ നിന്നുണ്ടാകുന്ന, സ്വീകരിക്കപ്പെടാൻ പറ്റുന്ന പ്രിയമുള്ള ആരിഫായ ഒരാളുടെ വാക്കാണല്ലോ ബുഹുലിൽ നിന്നുണ്ടായത് എന്ന് ഷിബിലി തങ്ങൾ മനസ്സിലാക്കി. അപ്പൊ ബുഹുലുൽ മജ്നൂൻ എന്ന് പറഞ്ഞ ആള് പറഞ്ഞ വാക്ക് ആരിഫിന്റെ വാക്കാണ് എന്നർത്ഥം. ഇവിടെ അള്ളാഹുവിന്റെ മേൽ വെളിപ്പെടുക, എന്നിട്ട് റദ്ദ് ചെയ്യുക, സ്വീകരിക്കുക എന്നൊക്കെ പറഞ്ഞല്ലോ. അതിന്റെ ആശയത്തിൽ അശർത്തു ഞാൻ ചൂണ്ടിക്കാണിക്കുന്നു. ഫി ഹാദിഹിൽ അശറത്തിൽ അബിയാത്തി അഖൂലു, ഇവിടെ 10 വരി വൈത്തുണ്ട്. ആ 10 വൈത്തിലൂടെയായിട്ട് അർദെന്താണ്, റദ്ദെന്താണ്, ഖബൂൽ എന്താണെന്ന് ഞാൻ ചൂണ്ടി പറയുന്നുണ്ട്. അങ്ങനെ അഖൂലു ഞാൻ പാടി പറയുന്നു, എന്ത് അറദിന അലൽ മൗലാ വനഹ്നു അബീദുഹു ഫമിന്നാ സഖിയുൻ റദ്ദഹു വസഈദു. അറദിന അലൽ മൗലാ, അള്ളാഹുവിന്റെ മേലിൽ ഞങ്ങൾ വെളിപ്പെട്ടു. വനഹ്നു അബീദുഹു, എത്തരത്തിൽ ഞങ്ങൾ അള്ളാഹുവിന്റെ അടിയങ്ങളാണ്. ഫമിന്നാ സഖിയുൻ റദ്ദഹു വസഈദുൻ, ഞങ്ങളെ കൂട്ടത്തിൽ പരാജയപ്പെട്ട ആൾക്കാരുണ്ട്. റദ്ദഹു, അവരെ അള്ളാഹു തആല റദ്ദ് ചെയ്തു. വസഈദുൻ, വിജയിച്ച ആൾക്കാരും ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. ഫമൻ കാന മിന്നാ ലൈസ യസ്ലുഹു ഖാദിമാ
وعن بابه بالطهر ذاك بعيد فمن كان منا അപ്പൊ ഞങ്ങളെ കൂട്ടത്തിലുള്ളതായ ഒരുത്തൻ ലൈസ യസ്ലു ഖാദിമൻ അദ്ദേഹം ഒരു രാജാവിന് സേവനം ചെയ്യുന്നവനായി നന്നാകൂല. അങ്ങനെയുള്ള ഒരുത്തനാണെങ്കിൽ, അങ്ങനെ വല്ലവരും ഉണ്ടെങ്കിൽ നടത്തും. അപ്പൊ സേവനം ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ ഇല്ല, പറ്റാത്ത രൂപത്തിലുള്ള ഒരാളാണ് എങ്കിലോ അൻബാബിഹി അപ്പോൾ അല്ലാഹു തആലാന്റെ കവാടത്തെ തൊട്ട് ബിതുർദി അത്തരം ആളുകളെ ആട്ടിവിടുക എന്നത് ദാക ബഈദു അത് അകലെയാണ്. അപ്പൊ എന്താണ്, അവൻ അതിനെയും തൊട്ട് അകറ്റപ്പെട്ടവനാണെന്നർത്ഥം. അപ്പൊ ആ ആട്ടിവിടൽ കൊണ്ട് തന്നെ അള്ളാന്റെ വാതിലിനെയും തൊട്ട് കവാടത്തെ തൊട്ട് അകറ്റപ്പെട്ടവനായി വിദൂരത്താക്കപ്പെട്ടവനായി എന്നർത്ഥം. ومن كان يسلك فهو في قدس حضرة قريب ومقبول هناك حميد ومن كان يسلك അള്ളാഹു തആലാക്ക് സേവനം ചെയ്യുവാൻ ഖാദിമായി സേവനം ചെയ്യാൻ പറ്റുന്ന വല്ലവരുത്തനും ഉണ്ടെങ്കിൽ ഫഹുവ അപ്പോൾ അങ്ങനെയുള്ളവൻ ഫീ ഖുദ്സി ഹളറത്ത് അള്ളാഹു തആലാന്റെ തിരുസാന്നിധ്യത്തിൽ ഖരീബൻ അവൻ അടുത്തവനാണ്, മഖ്ബൂലൻ സ്വീകരിക്കപ്പെട്ടവനാണ്, ഉനാക ആ ഖുദ്സ് ഹളറത്തിൽ വെച്ച് ഹമീദുൻ വാഴ്ത്തപ്പെട്ടവനുമാണ് അവൻ. അത്തരം ആളുകൾക്ക് അവിടെ സീറ്റുള്ളൂ എന്നർത്ഥം. ഹബീബുൽ ലഹു ജാഹുൻ അരീളും വരിഫഅത്തുൻ വമജ്ദുൻ അലാ അംരിൽ ജദീദി ജദീദു ഹബീബുൽ ലഹു അല്ലാഹു തആലാക്ക് ഇഷ്ടപ്പെട്ടവനാണ്. ജാഹിൻ ജാഹിൻ എന്ന് പറഞ്ഞാൽ എന്താ, ജാഹിൻ അവൻ ഉയർന്നവനാണ്. അരീദുൻ അള്ളാഹിന്റെ അടുക്കൽ വെളിപ്പെട്ടവനാണ്. വരിഫഅത്തുൻ ഉയർച്ചയുള്ളവനാണ്. വമജ്ദുൻ വളർമയുടേവനുമാണ്. അലാ അംരിൽ ജദീദി ജദീദ് ഇവിടെ മുറിൽ ജദീദ് ജദീദ് എന്നൊക്കെയാണ്, ഞങ്ങൾ അമ്ര കൂട്ടി കൊടുത്തിരിക്കുകയാണ്. ഞാൻ മനസ്സിലാക്കിയത് അലാ അംരിൽ ജദീദി ജദീദു പുതിയതായിരിക്കുന്ന ഓരോ കാര്യത്തിന്റെ മേലും പുതുക്കപ്പെട്ടവനാണ്, ഒന്നും പഴയതല്ലാന്നർത്ഥം. ഉലൈക ഖുദ്ദാമുൻ കിറാമുൻ വസാദതു വനഹ്നു അബീദുസ്സൂഇ ബിഇസ അബീദു. ഉലൈക ഇങ്ങനെ അല്ലാഹു തആലാനോട് അടുത്തവരും സ്വീകരിക്കപ്പെടുന്നവനും വാഴ്ത്തപ്പെടുന്നവനും ഉയർച്ച ഉള്ളവനും മേൽമത്തരമുള്ളവനും വെളിപ്പെട്ടവനും ഇഷ്ടമാക്കപ്പെട്ടവനൊക്കെ അല്ലാഹു തആല ഖാദിമീങ്ങളാണ്, കിറാമൻ മാന്യന്മാരായ, വസാദത്തുൻ നേതാക്കന്മാരുമാണ്. നമ്മളോ വനഹ്നു നമ്മൾ അബീദു സൂഇ മോശമായ അടിയങ്ങളാണ്. ബിഇസ അബീദുൻ ഒരടിമയാവുക എന്നതിൽ ഏറ്റവും മോശമായ അടിമയായി മാറിയവരാണ് നമ്മൾ. ويا ابننا يوم تغابون عندما يقابلهم وعد ونحن وعيد. ويا ابننا നമ്മളെ വഞ്ചനയെ യൗമ തഗാബുനി അന്ത്യനാളുടെ ദിനത്തിൽ ഇൻദമാ യുഖാബിലുഹും വഅദുൻ സന്തോഷം കൊണ്ടുള്ള വാഗ്ദാനം അത്തരം ആളുകൾക്ക് നേരിടുന്ന സന്ദർഭത്തിൽ നമ്മളെ വഞ്ചനയും ചെയ്യുന്ന ആലോചിച്ച് നോക്കാണ്. വനഹ്നു വഈദുൻ എത്തരത്തിൽ നമ്മൾ ഭയപ്പെടുത്തൽ കൊണ്ട് മുന്നറിയിപ്പ് നൽകപ്പെട്ടവരാണെന്ന്. തറന്നാസ കഅന്നഹും സുകാര വമാഹും സുകാര വലാകിന്നൽ അദാബ ശദീദു. ജനങ്ങളൊക്കെ അന്ന് താങ്കൾക്ക് കാണാൻ കഴിയും. കഅന്നഹും സുകാര കള്ള് കുടിച്ച് മധുൽത്തന്മാരായ മത്ത് പിടിച്ചതായ മസ്താന്മാരെ പോലെ ആയിരിക്കും. ഒമാഹും ബിസുക്കാറ എത്തരത്തിൽ അവർ മസ്തായവരല്ല. വലാകിന്നൽ അദാബ ശദീദു എങ്കിലും പടച്ചറബിന്റെ ഭാഗത്തുനിന്ന് ശിക്ഷ അതികഠോരമാണ്, അത് സഹിക്കാൻ കഴിയാതെ ആടുകയാണ് അവർ. തുഹീതു ബിനൽ അഹ്വാലു മിൻ കുല്ലി ജാനിബി ഇലാ അൻകുന്ന ബിൽ അഖാരി നമീദു. തുഹീതു ബിനൽ അഹ്വാൽ അല്ലെങ്കിൽ ആത്താന്നുമായി കലമ തഹീതു ബിനൽ അഹ്വാൽ നമുക്ക് ചുറ്റുഭാഗം കൂടുകയമെങ്കിൽ ജാനും എല്ലാ ഭാഗത്തുനിന്നും ഭീകരാന്തരീക്ഷങ്ങൾ നമ്മളെ വലയം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഏതുവരെ ചോദിച്ചാൽ ഇല അൻകുന്ന ബിൽ അഖാരി നമീദു. അഖാർ
നമ്മൾ നമ്മുടെ പറമ്പുകളുമായി കൊണ്ട് എന്തായി ചാഞ്ഞുകൊണ്ടിരിക്കുമല്ലോ. നമ്മുടെ പറമ്പുകളും മറ്റുള്ളത് കൊണ്ടൊക്കെ നമ്മൾ ചാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ചാഞ്ഞുകൊണ്ടിരിക്കുന്നത് വരെ നമ്മളതിങ്ങനെ വലയം ചെയ്തുകൊണ്ടിരിക്കും. വഹും റക്കിബൂന ജീബൻ വഹും റക്കിബൂന ജബം മിനൻ നൂരി ബിൽ ഹവാ തതീറു ഇലാ റബ്ബിൽ കരീമി വഹൂദു. വഹും റക്കിബു അവരെല്ലാവരും വേരം കയറി, നജ്മൻ ഉന്നതരായിട്ട്, മിന്നൂരി പ്രഭയാൽ ബിൽ ഹവാ അന്തരീക്ഷത്തിൽ അവർ വാരം കയറിയിട്ട് അന്തരീക്ഷത്തിൽ, തത്തീറു അവർ പറന്നു പോവുകയാണ്, ഇല റബ്ബിൽ കരീം മാന്യനായ റബ്ബിലേക്ക്, വഫൂദും എന്ന തെരഞ്ഞെടുക്കപ്പെട്ട സംഘങ്ങളായി പാറിപ്പോവുകയാണ് അവർ. ഫലാ വസഅ യഹ്സുനുഹും ബൽ ബിഖുർബിഹി ലഹും വറഹും യഹ്ലു ഉനക വഈദു. അവർക്ക് യാതൊരു പേടിയില്ല, മുഷിപ്പൊന്നുമില്ല. ബൽ പിന്നെയോ അവർ ബിഖുർബി റബ്ബിനോട് അടുത്തത് കൊണ്ട് അവർക്ക് സന്തോഷമാണ്. യഹ്ലൂനാക്ക അവിടെ വെച്ച് അതാ അവർക്ക് നല്ലതായി വെളിപ്പെടുകയാണ്, നന്നാവുകയാണ്. വഈദൻ എല്ലാ പേടി കൊണ്ടുള്ള വാഗ്ദാനം അവിടെ ചെല്ലുവർക്ക് നന്മയായി മാറുകയാണ്. ഇതാണ് മഹാന്മാർ. നമ്മൾ അങ്ങനെയാണോ ആലോചിക്കുക. ഖീല പറയപ്പെട്ടിട്ടുണ്ട്, എന്ത്? മസലു സാലിഹീന സാലിഹീങ്ങളായ ആൾക്കാരുടെ ഉപമ, വമാ സയ്യനഹുമുല്ലാഹു ബിഹി അല്ലാഹു തആല അവർ അഴകാക്കിയതിന്റെയും ഉദാഹരണം, ദൂന വൈരിയും അവരല്ലാത്തവരെ കൂടാതെ അല്ലാഹു തആല സാലിഹീങ്ങളായ ആളുകളും അവർക്ക് അള്ളാഹ് അഴകാക്കി കാണിച്ചു കൊടുത്തത് എന്തൊക്കെയുണ്ടോ അതിന്റെ ഉദാഹരണം. മിസ്ലു ജുന്ദിൻ അതൊരു പട്ടാളക്കാരുടെ ഉപമ പോലെയാണ്. ഖാലലഹും പട്ടാളക്കാരോട് പറഞ്ഞു, അൽ മലിക്കു രാജാവ്, തസയ്യനു ലിൽ അർള് അലയ്യ ഗദൻ നാളെ നിങ്ങളെല്ലാവരും എന്നെക്കൊള്ള ഒന്ന് വെളിപ്പെടേണ്ടതുണ്ട്, അഴകായിക്കൊണ്ട് വെളിപ്പെടണം എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് വേണ്ടി നിങ്ങൾ നാളെ എല്ലാവരും അഴകായി എൻ്റെ അടുത്ത് വരണം എന്ന് പറഞ്ഞു. ഫമൻകാനത്ത് സീനത്തു അഹ്സന കാനത്ത് മൻസിലത്തു ഇന്ദി അർഫ. അപ്പൊ വല്ലവരുത്തന്റെയും അഴകുകൾ, അവൻ അഴകായ രീതികളെല്ലാം നല്ല മെച്ചമായി വരികയാണെങ്കിൽ അവന് എന്റെ അടുത്ത് സ്ഥാനം ഉയർന്നതായിരിക്കും. അവൻകാനത്ത് സീനത്തു അഹ്സന കാനത്ത് മൻസിലത്തു ഇന്ദി അർഫ ഇത് പറഞ്ഞു. അങ്ങനെ തുമ്മ യുറുസുൽ മലിക്കു പിന്നീട് രാജാവ് സേനകളെ പറഞ്ഞയച്ചിട്ട് രാജാവ് പറഞ്ഞയക്കും ബിസിറി രഹസ്യമായിട്ട് ബിസീനത്തിമ്മൻ ഇന്ദഹു അദ്ദേഹത്തിന്റെ അടുക്കൽ വെച്ചിട്ട് അഴകാവുന്നത് എന്താണോ അത്തരം ഒരാൾ അഴകാണ്ടത് എന്താണ് എന്നതുകൊണ്ട് രഹസ്യമായി പറഞ്ഞയക്കും. ലൈസ ഇന്ദൽ ജുന്തി മിസ്ലുഹ അവര് രാജാവിന്റെ അടുത്ത് ഉള്ള ഒരാൾ അഴകാവുന്ന രീതി പട്ടാളക്കാരിൽ ആരിലുമില്ല. അങ്ങനെ ഇല്ലാത്തൊരഴക്, അത്തരം ഒരു അഴക് കൊണ്ട് രഹസ്യമായിട്ട് രാജാവ് പറഞ്ഞയക്കും ഇലാ ഖവാസി മംലകത്തിഹി വഅഹ്ലി മഹബ്ബത്തിഹി. രാജാവിന്റെ ഇട്ടക്കാരും അധീനതയുമുള്ള പ്രത്യേകക്കാരുമുണ്ട്. അവരിലേക്ക് രാജാവ് പട്ടാളക്കാർക്ക് വെളിവാക്കി കൊടുക്കാത്ത അഴക് വെളിവാക്കി കൊടുക്കും. അങ്ങനെ വൈദാ തസയ്യനു ബിസീനത്തിൽ മലിക് അങ്ങനെ രാജാവിന്റെ ആ അഴകുമായി പട്ടാളക്കാർ അഴകായി വന്നാൽ വഖറു അലാ സാഇരിൽ ജുൻദ് ഇൻദൽ അർള് അൽ മലിക് രാജാവിന്റെ മേൽ വെളിവാവുന്ന സന്ദർഭത്തിൽ മറ്റുള്ള സേനകളെക്കാളും ഇവരെന്തായി വിനയാനിതരായി താഴ്മയായി വീഴും. അങ്ങനെയാണല്ലോ. അപ്പൊ ഒരുപാട് ആൾക്കാർ നമ്മളൊക്കെ ഇപ്പൊ അല്ലാഹു തആല എന്ന് പറഞ്ഞ രാജാവിന്റെ അണികളാണ്, പട്ടാളക്കാരാണ് നമ്മളോടൊക്കെ അല്ലാഹു തആല അഴകായി വരാൻ പറഞ്ഞു. നമ്മളൊക്കെ അഴകാകുന്നുണ്ട്. നമ്മൾ അഴകാകുന്നതിനേക്കാളും ഉന്നത അഴകായിക്കൊണ്ടാണ് അള്ളാഹിന്റെ പ്രത്യേകക്കാരായിരിക്കുന്ന അടിയാറുകളായ ഔലിയാക്കളും ആരിഫ്യങ്ങളും അഴകാകുന്നത്. അവർക്കാണ് അള്ളാഹിനടുത്ത് സീറ്റ് എന്നാണ് ഈ പറഞ്ഞതിന്റെ ഉദാഹരണം. ഫഹാദ അപ്പൊ ഈ പറഞ്ഞതാണ് മിസ്ലുമൻ വഫഖഹുമുല്ലാഹു ലിഅമാലി സ്വാലിഹ സൽക്കർമ്മങ്ങളിലേക്ക് അള്ളാഹു തൗഫീഖ് ചെയ്ത ആൾക്കാർ ഉപമ ഇങ്ങനെയാണ്. കുറേ ആൾക്കാർ സൽക്കർമ്മം ചെയ്യാത്തവരായിരിക്കും. എന്നാൽ സൽക്കർമ്മം ചെയ്യാൻ കിട്ടുന്ന ആളുകൾക്കുള്ള ഭാഗ്യം അള്ളാഹ് സ്വീകരിക്കുന്ന ആൾക്കാർ ഇങ്ങനെയായിരിക്കും. ഇങ്ങനെയുള്ള രഹസ്യമായിരിക്കുന്ന രീതിയിലുള്ള ഒരു അഴകാവലാണ് നമ്മൾ രാജാവുമായുള്ള അഴകാവൽ. അതാണ് ഈ ആരിഫികളൊക്കെ ചെയ്തത്. അങ്ങനെയാണ് ഈ മഹാന്മാർ ഭ്രാന്തന്മാരായത്.
ജനങ്ങൾ അവരെ ഭ്രാന്തന്മാരാക്കിയത്. അവർക്ക് സൽക്കർമ്മങ്ങൾ ചെയ്ത് അള്ളാഹുവിലേക്ക് അടുത്തവരാണ്.